നമസ്കാരം. ജസ്ന സലീം എത്ര കിട്ടിയാലും പഠിക്കില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന വേറൊരാൾ ഉണ്ടാവില്ല. ഇവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തമ്മിലടുപ്പിക്കുക, മതത്തിൻ്റെ പേരിൽ ഒരു കലാപം തന്നെ സൃഷ്ടിക്കുക. ഒരു തവണയാണ് ഇത് ആവർത്തിക്കുന്നെങ്കിൽ പോട്ടെ, നമുക്ക് അറിവില്ലായ്മ എന്ന് പറയാം. ഇത് വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ കാണുന്ന നമ്മളെന്താ പൊട്ടന്മാരാണല്ലോ. മനഃപൂർവ്വം എന്ന് വേണം നമുക്ക് പറയാൻ, വേറെ ഒന്നുമല്ല, മനഃപൂർവ്വം തന്നെയാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇവള് മനസ്സിലാക്കേണ്ടത്, ഇവൾ ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് ഇവള് മാത്രമല്ല ഇതൊക്കെ ബാധിക്കുന്നത്, ബാക്കിയുള്ള മതവിശ്വാസികളെ കൂടിയാണ്. എന്തായാലും നമുക്കൊരു വീഡിയോ കാണാം. മതമില്ലാത്ത ജസ്ന സലീം ഒരു മതത്തിന്റെ വിഷയത എങ്ങനെ ഇരിക്കും നോക്കാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകള്, അതും ഇൻ അഡ്വാൻസ്. മതത്തിൽ നിന്ന് വിട്ടു പോയിട്ട് നീ എന്തിനാ വലിയ പെരുന്നാൾ വിഷയം വന്നത് എന്ന് ചോദിക്കാൻ വരണേ. കാരണം നിങ്ങളുടെ ഓരോ വരവിനെയും കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, അത് പറയാതിരിക്കാൻ വയ്യ. ഈ മതം വേണ്ടാന്നോ, മതത്തിൽ നിന്നും പിന്മാറുന്നോ, അല്ലെങ്കിൽ മതാചാരങ്ങൾ വിടുന്നോ ഈ മുസ്ലിംസ് മതസ്ഥരല്ലാതെ വേറൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ, ഇവൻ ക്രിസ്ത്യൻ മതസ്ഥരോ അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരോ അങ്ങനെ പറയാം, എനിക്ക് ഹിന്ദു മതത്തിൻ്റെ ആചാരം വേണ്ട, ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നും പിന്മാറും എന്നെങ്ങാനും ഇവരാരെങ്കിലും പറയാച്ചാൽ, ഹിന്ദു മതസ്ഥരെന്ന് വെച്ചാൽ ഹൈന്ദവരും ക്രിസ്ത്യൻസും ഇവരുടെയൊക്കെ മതത്തിൽ നിന്നാണ് ഒരാളിങ്ങനെ പറയുന്നത് വെച്ചാൽ, അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ, അവൾ പൊക്കോട്ടെ, അവരും ദൈവവും ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ മതസ്ഥരങ്ങ് കൈയിട്ടേക്കും. പക്ഷേ ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ തട്ടം ഉപേക്ഷിക്കുകയോ ചെയ്താൽ നായികക്ക് 144 പ്രാവശ്യവും പറയും, ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നിട്ടോ ദിവസം ഒരു 10 വീഡിയോ എങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഈ കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. പ്രശ്നമില്ലേ, അവനെ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി. പക്ഷെ അത് ചെയ്യൂല. അവർക്ക് എന്താ വെച്ചാൽ ഉള്ളി സങ്കടം ഉണ്ടിട്ടോ, ഞമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുത്തി തട്ടിയിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ പ്രതിഷേധ പ്രകടനം സിന്ദാബാ. മതത്തിന് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറേ ലവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ലവന്മാർ മുഴുവനവും അവൾ പോയ മതമെന്താ ഇല്ലാതാവുന്ന അവളുടെ വിചാരം, മതത്തെ തകർക്കാൻ പറ്റുന്ന അവളുടെ വിചാരം, മതം അത് അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയും. എന്നിട്ടും ഞാൻ പോയതിനെ പറ്റി സംസാരിക്കും. ഇങ്ങനെ എടുത്ത് വെച്ച് കണ്ടില്ലേ, പെരുന്നാൾ ആശംസ ആർക്ക് വേണമെങ്കിലും പറയാം. അത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആവണമെന്നൊന്നുമില്ല. പക്ഷെ നല്ല ഉദ്ദേശമായിരിക്കണം. ഇവൾക്ക് നല്ല ഉദ്ദേശമല്ല. ഇവളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തമ്മിൽ, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ തമ്മിലടുപ്പിക്കുക, വെറുതെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ഇവളുടെ ഉദ്ദേശം. ഇവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയേണ്ട എന്ത് ആവശ്യമുള്ളത്? ഹിന്ദുസ് അങ്ങനെയല്ലല്ലോ, ക്രിസ്ത്യൻസ് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയേണ്ട എന്ത് ആവശ്യം അവൾക്കുള്ളത്? ഇവളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തമ്മിലടുപ്പിക്കുക, അത് മാത്രമാണ്. ഇവൾക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന പബ്ലിസിറ്റി കുറഞ്ഞാണ്, അല്ലാണ്ട് എന്താ പറയുക. അതിനുവേണ്ടി മാത്രമാണ് ഇവൾ ഇതുപോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഈ മതത്തിൽ ഇനിയും തുടർന്നാൽ അവൾക്ക് വളർച്ചയില്ല എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും മുസ്ലിം വിഭാഗത്തെ വന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് മാർക്കറ്റ് കൂടണം എന്ന ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാം, ഏതൊരു മതത്തിലാണെങ്കിലും തെറ്റ് ചെയ്ത ആ ഒരു വ്യക്തിയെ നമുക്ക് പറയാം എന്ന് വിചാരിച്ച് ആ മതത്തിലെ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തു വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവില്ല. ജസ്ന സലീം ഇതെല്ലാം ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. ഇവക്ക് ഇതിനെല്ലാം കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ഇവള് നന്നാവാനൊന്നും പോകുന്നില്ല, ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇവക്ക് സമൂഹത്തിൽ ജീവിക്കാനാണെങ്കിൽ എത്ര നല്ല മാർഗങ്ങളുണ്ട്. പടം വരച്ച് തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചൂടെ? 5000-നോ 10,000-നോ? എന്തിനാണ് സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ ഇതുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്?